എന്നത്തെയും പോലെ അന്നും ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഞാൻ പണി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. മോൻ്റെ അവിടെ ഞാൻ കണ്ട മോൻ ചോദിച്ചു, അച്ഛാ എനിക്കൊരു 500 ഉറുപ്പിക വരുമോ? ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്ത്. അപ്പം തന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തും പോയി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ എനിക്കൊരു 500 ഉറുപ്പിക കൂടി വേണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും പൈസ? ഒരു അത്യാവശ്യ കാര്യമുണ്ട് അച്ഛാ, ഞാൻ അനാവശ്യമായിട്ട് 1 ഉറുപ്പിക ചെലവാക്കില്ല എന്ന് അച്ഛനെ അറിയില്ലേന്ന്. ശരിയാണ്, അങ്ങനെ അനാവശ്യമായിട്ട് 1 ഉറുപ്പിക ചെലവാക്കാത്ത കുട്ടിയാ. ഞാൻ വേഗം എടുത്തിട്ട് 500 ഉറുപ്പിക കൊടുത്തു. അപ്പം തന്നെ അവൻ പോവുകയും ചെയ്തു. രാത്രി ഒരു 11-11:30 അവനെ കാണുന്നില്ല. എനിക്കാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് എണീക്കും വേണം. ഞാൻ വേഗം കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവളുടെ അലർച്ച കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. അപ്പൊ കണ്ട കാഴ്ച, എൻ്റെ മോൻ ഇങ്ങനെ തൊള്ളിൽ നിന്ന് നേരം പതയൊക്കെ വന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുക. വിളിച്ചിട്ട് അനക്കല്ല. ഒരച്ഛനും അമ്മയ്ക്കും കണ്ട സഹിക്കാത്തൊരു കാഴ്ചയിടോ. ഞാൻ വേഗം വാരി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ട ഡോക്ടർ പറയാണ്, അവൻ മാരകമായിട്ടുള്ള എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോ ജില്ലകളിൽ ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അവിടെ അല്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവരുടെ മക്കൾക്കല്ലേ, നമ്മുടെ മക്കളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വെറുതെയാണ്. ആർക്കും എപ്പോഴാ എന്താ എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് കാലം പോകുന്നത്. സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണോ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുക.